7 ഘാതം 243ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 7 ഘാതം 243 എന്ന് പറഞ്ഞാൽ 7 243 തവണ ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയെന്നാണ് ചോദ്യം. ഇത് കാണാൻ നമുക്കൊരു എളുപ്പ വഴിക്ക് ചെയ്യാം. 7 ഘാതം 1 എന്ന് പറഞ്ഞാൽ 7 ഒരു തവണ 7. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 2 തവണ ഗുണിക്കുക. 7 49. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 7 × 7 × 7 343. 7 ഘാതം 4 എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും 7 കൊണ്ട് ഗുണിക്കണം. 7 3 21, ശിഷ്ടം 2, 7 4 28, 2 30, ശിഷ്ടം 3, 7 3 21 3 24, 2401. 7 ഘാതം 5 എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും 7 കൊണ്ട് ഗുണിക്കുക. 7 0 7 4 28, ശിഷ്ടം 2, 7 2 14 16. നമ്മളിവിടെ നോക്കുമ്പോൾ 7 49 343 2401 16807. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തക്കം 7, ഒറ്റയുടെ സ്ഥാനത്തക്കം 9, ഒറ്റയുടെ സ്ഥാനത്തക്കം 3, ഒറ്റയുടെ സ്ഥാനത്തക്കം 1, 7 9 3 1. അടുത്ത ഒറ്റയുടെ സ്ഥാനത്തക്കം 7, അതായത് ആവർത്തിച്ചു. അപ്പോൾ ഒരു വട്ടം വരുന്നത് 7 9 3 1. അടുത്ത സൈക്കിൾ ആകുമ്പോഴേക്ക് ഇത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് വരുന്നത്? 7 9 3 1. അപ്പോൾ 7 ഘാതം ഏത് സംഖ്യ ഇട്ടാലും ഒറ്റയുടെ സ്ഥാനത്തക്കം 7 9 3 1. അതിലത്തെ ഏതെങ്കിലും ഒരു അക്കായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ 4 സംഖ്യകളാണ് ഉള്ളത്. 4 തവണ കൂടുമ്പോഴാണ്, 4 പ്രാവശ്യം കഴിഞ്ഞാലാണ് ഈ സൈക്കിൾ വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ ഈ കൃതിയുണ്ട് 243, അതിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ 24 4 6 4 24, പിന്നെ 3 പൂല 0 ഇട്ടു. അപ്പോൾ 243നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 60 എന്ന് കിട്ടി. 60 × 4 240. ശിഷ്ടം എത്ര വരും? 3. ഈ ശിഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ശിഷ്ടം 3 ആണ്. അത് ഇവിടെ കൃതിയായി വരുന്നത് നോക്കുക. 7 ക്യൂബ്. അപ്പോഴത്തെ ഉത്തരം എന്താ വരുന്നത്? 343. അതായത് അവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്ര? 3. അപ്പോൾ നമ്മൾ ശിഷ്ടം വരുന്നത് കൃതിയായിട്ട് സങ്കല്പിക്കുക. ആ കൃതി വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തക്കം എത്രയാണോ അതാണ് ഉത്തരം. അപ്പോൾ ഉത്തരം 3.